സോ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1950 റേറ്റിംഗ് അടിക്കാൻ പോവാണ്. പോകുന്നൊന്നും എനിക്കറിയില്ല, അപ്പോൾ കളിച്ച് നോക്കണം. അപ്പം നമുക്ക് വേണ്ടത് 31 അപ്പോൾ 19 പോയിൻ്റാണ് വേണ്ടത്. അപ്പം ഏകദേശം ഒരു 3 കളി ജയിച്ചാൽ എന്തായാലും കിട്ടും. 3 കളി നേരത്തെ ജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഒപ്പോണൻറ്റ് സ്കോഡ് 4-4-2 നല്ല സ്കോഡാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ മാച്ച് തുടങ്ങേണ്ടത് ഇറ്റ്സ് റുമി, ഡിയോൺ, എവിഗോ, മൾഡിനി. നമ്മൾ 1900 അടിക്കുമെന്ന് അറിയില്ല. 3 മാച്ച് നിരത്തി അയക്കണം. എടാ അതെന്താ ലാഗ്. ഓക്കെ, ഇറ്റ്സ് ബെല്ലിംഗം ഗൈസ്. ക്രോസ് ഇൻകമിങ് ഓർ വാട്ട്? യെസ് എടാ. ഓക്കെ, നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡിഫൻസ് അൾട്രാ ലെവൽ ഗൈസ്. സാലിബ നൈസ്. ഡിയോങ്, നെയ്മർ, മത്യാസ്, എംബാപ്പെ, ക്രൂസ്, ഗോൾ ഇല്ല. ഓക്കെ, ബെക്കർ എടുത്തിട്ടുണ്ടായി. സലിസൺ ബെക്കർ, എംബാപ്പെ, ഗ്രീസ്മാൻ. ഓക്കെ, എംബാപ്പെ എടാ എന്താ ഒരു ഓക്കെ കിട്ടിയിട്ടുണ്ടായി. എംബാപ്പെ, ഇറ്റ്സ് എംബാപ്പെ. എംബാപ്പെ മോനെ ഒന്ന് അടിച്ച് കയറ്റടാ അതൊക്കെ. ഗോൾ. ഷോമിനി ഇല്ല. ഓക്കെ, കോസ്റ്റ കുർത്ത, നൈസ് ഷോട്ട്. പക്ഷേ ഗോൾ അടിച്ചില്ല ഗൈസ്. ഡിയോങ്, മിസ്. ബെർണാഡോ സിൽവ, നൈസ്. ഡിയോങ്, നെയ്മർ, ഗ്രീസ്മാൻ, വൺ ടച്ച് പാസ്. ലെറ്റ്സ് ഗോ ബാക്ക് ടു എംബാപ്പെ. ഫിനിഷ്. ഓക്കെ, റൂമി ഫിനിഷ് ചെയ്യടാ. അത്രയില്ല. മോനെ ആ എംബാപ്പെ എൻ്റെ ഫിനിഷിങ് ഇടയ്ക്കിടയ്ക്ക് അടിപൊളിയായിരിക്കും ചില കളിയിൽ. ഒരു ഗോളിൽ പോയാ. ഓക്കെ ഗൈസ്, അപ്പോൾ യുവിനാണ്. യെസ്, ഹിയർ വി ഗോ. 7+, 38 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും വേണ്ടത് 12+ ഗൈസ്. 2 മാച്ച് ജയിച്ചാൽ ഈസി ആയിട്ട് അടിക്കാം. ഓക്കെ, മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. 4-1-3-2 3-2. ഒരു CMFന് അവർ 3 ആയിട്ട് കണ്ടിട്ടുണ്ട്. 4-2 തന്നെയാണ് അപ്പുറത്തെ ഒപ്പോണൻറ്റ്. ഓക്കെ, ബിസാക്ക, ഷൗമേനി. വൺ ടച്ച് പാസിംഗ് ആണ് എൻ്റെ മെയിൻ ഇപ്പോൾ. ഓക്കെ, നല്ല ഓപ്പർച്യൂണിറ്റി ആണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇറ്റ്സ് എംബാപ്പെ. ഡബിൾ ടച്ച് ചെയ്യടാ. ചോക്ക് ടേൺ കുഴപ്പമില്ല, അതെങ്കിലും ചെയ്തല്ലോ. ഗ്രീസ്. ഓക്കെ, ഓവൻ ഫിനിഷ് വരും. ഡബിൾ ടച്ച് ഒക്കെ ഇടയ്ക്ക് സീനാണല്ലോ. ഡബിൾ ടച്ച്, ഫേക്ക് ഷോട്ട് എന്തൊക്കെ കിട്ടും അവിടെ. കേറ്റ്സ് നെയ്മർ, കേറ്റ്സ് റുമിനിക്. എടാ എന്ത് പാസ്സാണ് ഇതൊക്കെ. കമോൺ, കിട്ടിയ ചാൻസ് ഉണ്ട്. ആൻഡ് റുമി റണ്ണിയടാ. കമോൺ റുമി, ഈസി പാസ്. ഡിയോങ്, ഈസി ഗോൾ ഗൈസ്. അങ്ങനെ ഫൈനലി 1-0 ആക്കിയിട്ടുണ്ട്. എടാ അറ്റാക്കൊന്നും നടക്കുന്നില്ലടാ ഇപ്പം, എന്താ അറിയില്ല. കഴിഞ്ഞ കളി വലിയ അറ്റാക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെയല്ലോ ഒരു ഗോൾ അടിച്ചു. അപ്പോൾ തന്നെ ഇറങ്ങിപ്പോയി. അതുകൊണ്ട് ഒരു സമാധാനം. അവനൊന്ന് ട്രൈ ചെയ്തതിന് ചിലപ്പോൾ ഗോൾ അടിക്കാൻ പറ്റുമായിരുന്നു. റുമി, എംബാപ്പെ, ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. എടാ പോസ്റ്റിന് തേങ്ങ. നല്ല ചാൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഹാഫ് ടൈം ആയിട്ടുണ്ട്. 1-0 ആയി. കേറ്റ്സ് എംബാപ്പെ ഇല്ല. നെയ്മർ, ഗ്രീസ്മാൻ, ഡബിൾ ടച്ച് ആൻഡ് എംബാപ്പെ. നൈസ് ഗോൾ. ക്ലോസ് റേഞ്ച് ഡബിൾ ടച്ച് വേണ്ട. എന്താ അടിപൊളി അറിയാം കാണാൻ വേണ്ടിയിട്ട്. അതായത് ആ അടുത്ത് തന്നെ പാസ് വിട്ട് അവിടെ തന്നെ ഡബിൾ ടച്ചും. ഈസി ഗോൾ. നൈസ് പാസ്, ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. ഇറ്റ്സ് എംബാപ്പെ. ഓവറാണ് ഡബിൾ ടച്ച്. പക്ഷേ നല്ല ചാൻസ് ഒക്കെയാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. ഒരു കാര്യം ഉണ്ടായില്ല. അത് നല്ല ത്രൂ ബോൾ ചാൻസ് ഉണ്ട്. എടാ ഇവൻ എന്തെല്ലാം അവിടെ ചെയ്യുന്നത് മെസ്സിനെ വെച്ചിട്ട്. ഓ എൻ്റെ പൊന്നോ, ഇറ്റ്സ് എ ഗോൾ. അല്ല എടാ അവൻ മെസ്സിനെ വെച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുന്നടാ. നേർത്തിയായി എനിക്ക് പ്രാന്തം പിടിക്കുന്നുണ്ട്. വൺ ടച്ച് പാസ് ബാക്ക് ടു എംബാപ്പെ. റണ്ണി, നൈസ്. ഡബിൾ ടച്ച് ആൻഡ് ഫിനിഷ്. അവിടെ കിടന്ന് ഉരുളൊന്നുണ്ടായിരുന്നു. നമുക്ക് ഈ മെസ്സിന് ഒരു ഫേക്ക് ഷോട്ടും മറ്റേ ഡബിൾ ടച്ചും വെറും വിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ഗോൾ. അവൻ കുറേ നേരമായി ഫേക്ക് ഷോട്ട്, ഡബിൾ ടച്ച്, ഡാഷ് ട്രിബിള്
കാര്യമൊന്നും ആകുന്നില്ല, വെറുതെ ഇങ്ങനെ ഷോ കാണിക്കാം. അപ്പം എന്തായാലും നമ്മൾ കളി ജയിച്ചിട്ടുണ്ട് ഗൈസ് ഉറപ്പായിട്ടും. അപ്പം നമ്മൾ സെക്കൻഡ് കളിയും ജയിച്ചിട്ടുണ്ട്. എത്ര പ്ലസ് ആവും നോക്കട്ടെ. 7+ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ്. ഓക്കെ, ഓപ്പണൻറ്റ് 4-1-2-3. ഓ സീന് ടോറസ് എൻ്റെ പൊന്നു. എടാ അതെന്താടാ എൻ്റെ ഡിഫെൻസ് അവിടെ ചെയ്തേ? സെൻറ്റർ ബാക്ക് കാലിൻ്റെ ഉള്ളൂട്ടേം കണ്ടുപോയ പ്രാന്ത്. ആ ഗോള് കയറണമായിരുന്നു, അവനെ ഞാൻ കൊന്നേനെ. തേർഡ് പോസ്റ്റിലേക്ക് വലിച്ചിട്ടുണ്ട്. ഓ ഗൈസ്, another save. ഓക്കെ, ഗോൾ. എടാ 1950 ആകുമ്പോഴാണല്ലോടാ ഇങ്ങനെ ആയത്. കുഴപ്പമില്ല ഗൈസ്, അവൻ്റെ 3ാമത്തെ ഷോട്ടാണ് ഗോൾ കയറിയത്. അത്രയും നേരം പിടിച്ചതെന്ന്, പക്ഷേ 3ാമത്തേലൊന്നും പറ്റിയില്ല. ഈസി ഗോൾ ഫോർമേഷൻ ഗൈസ്. നല്ല കളി കളിക്കുന്നുണ്ട്. ഓക്കെ, എംബാപ്പേ, റൂമിനി, കം ഓൺ, ഈസി. വേണ്ടായിരുന്നു ഗൈസ്, വേണ്ടായിരുന്നു. ക്വിക്ക് തിങ്കിങ് ആണെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി ഈസി ചാൻസ് കളഞ്ഞ്. ഇതിൻ്റെ ആ ഒരു എന്താ പറയുക മസിൽ മെമ്മറി പോലെയാണ്. യോ ക്രോയിഫ് സീനാന്നല്ലോ. 1-0 ഓൾറെഡി. നൈസ് അറ്റാക്ക്. എംബാപ്പേ ഗൈസ് ഈസി ആയിട്ട് ഗോൾഡാൻ നോക്കണം. ഓക്കെ നൈസ്. ഗ്രീസ്മാൻ പാസ്, ഇറ്റ്സ് റൂമി. എടാ ഇത് പോസ്റ്റ് എടാ ഗൈസ്. 950 ഓംഫോ. ഓക്കേ, ഡബിൾ ടച്ച് എവിടാ? ഡബിൾ ടച്ച് അവിടെ വന്നില്ല. ഞാൻ ഇട്ടായിരുന്നു, നിങ്ങൾ കുറച്ചും കൂടി ബാക്ക് അടിച്ച് നോക്കിക്കോ. 1-0 ലീഡ്. ഓക്കെ, ഗ്രീസ്മാൻ, എംബാപ്പേ, സോറി റൂമി. ഓക്കെ എംബാപ്പേ, റൂമി കയറടാ. ഓക്കെ, ഇറ്റ്സ് എംബാപ്പേ, ഫിനിഷ്. ഒപ്പം ചാൻസ് ഉണ്ടാക്കി തന്നു. അപ്പം നല്ല സ്പേസ് എടുത്ത്, അപ്പം പിന്നെ അടിച്ച് പൊളിച്ചളയാന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേറെ ഓപ്ഷനൊന്നും ഉണ്ടായില്ല ഷൂട്ടിങ്, അതുകൊണ്ട് മാത്രം ഞാൻ ഞെക്കിപ്പോയതാണ് സത്യം പറയാല്ലേ. ഞാൻ അങ്ങനെ ഷൂട്ടെല്ലാം എപ്പോഴെങ്കിലും എല്ലാം ചെയ്യുന്ന പോലെയാണ്. ടോറസ്, കോമൻ, ക്രൈഫ്. എടാ അടിച്ചടാ ഗൈസ്. 2-1. ഇത് പൊട്ടിയാ തീർന്ന്. 2-1 ലീഡ്. എനിക്ക് ഈ ഡിവിഷൻ 3 ഇപ്പം കളിക്കുന്നതേ ഇപ്പോൾ തീരെ ഇഷ്ടമല്ല. ഫുള്ള് സ്ക്രിപ്റ്റ് പോലെയുണ്ട് സത്യം പറഞ്ഞാൽ. ഇതേപോലെ എനിക്ക് അറ്റാക്ക് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ലൗട്ടാരോ, ഈസി ഫിനിഷ്. എൻ്റെ മോനെ, ഞാൻ വെച്ച് ഫസ്റ്റ് പോസ്റ്റിൽ അടിച്ചാൽ ഓടിക്കില്ല എന്നാണ് ഉള്ളിലുള്ളത്. അതായത് ആ ഫസ്റ്റ് പോസ്റ്റിൽ അടിക്കുമ്പോൾ ഗോൾ ഈസി ആയിട്ട് പിടിക്കുന്ന വിചാരിച്ചു, പക്ഷേ അങ്ങോട്ടൊക്കെ ഗോളി ഉള്ളി. നമ്മളെന്തായാലും ഡിഫെൻസീവിൽ ഇട്ടിട്ടുണ്ടായി. എടാ ഹാലൻഡ്. ഓക്കെ, അല്ല ഹാലൻഡ് അല്ല, ഡെബ്രൂയിനല്ലേ, സെയിം മുടിയും. ഓക്കെ, ലൗട്ടാരോ 87 മിനിറ്റ്സ് ഗൈസ്. ലൗട്ടാരോ മാർട്ടീനസ് 87 മിനിറ്റ്സ് എന്നൊന്ന് ഗൈഡാന്ന് പറഞ്ഞ ഞാൻ ഒരു കംബാക്ക് അടിച്ചപ്പോൾ നമ്മൾ ഡിവിഷൻ 1 എന്ന് പറയുന്നത് 1950 റേറ്റിംഗ് അടിക്കാൻ പോവാണ്. യെസ്, ഓക്കെ. നമ്മൾ കളി 3-2 വിൻ. കിട്ടില്ല, കംബാക്ക് ആയിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് കംബാക്ക് അടിച്ചെന്ന് പറയാം. ലൗട്ടാരോ ഗൈസ്, ലൗട്ടാരോ മാർട്ടീനസ് സൂപ്പർ സബ്. യെസ്, അപ്പം നമ്മൾ 1952 റേറ്റിംഗ് ആയിട്ടുണ്ടായി. ചിലപ്പോൾ ഇതായിരിക്കും ഹയസ്റ്റ് റേറ്റിംഗ്. ഇനി ഇങ്ങനെ പോകും ഞാൻ ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ മലയാളികളെ കൊണ്ടിടുന്നവർ ഇങ്ങനെ കൊണ്ടുപോയിടും, അവിടെ നിന്ന് ഇങ്ങനെ താഴിലിടും. അതാണ് എൻ്റെ അവസ്ഥ. ഫൈനലി അപ്പോൾ നമ്മളെ കളിയൊക്കെ ജയിച്ച് ഇവിടെ ഇങ്ങനെ ഉണ്ട്. എന്താ അവസ്ഥ നോക്കേനി. ഇനി റാങ്ക് പുഷ് ചെയ്ത് 2000 നോക്കും, കയ്യിലെങ്കിൽ വിടും. ഇനി അടുത്ത ഫേസിൽ ഞാൻ ചിലപ്പോൾ റാങ്ക് പുഷ് ഒന്നും ഉണ്ടാവില്ല. നോർമൽ അതായത് കണ്ടൻസിനായിരിക്കും ഞാൻ കൂടുതൽ ഇത് ഓർക്കും. അതായത് ചെറിയ കണ്ടന്റ് ഉണ്ടാവും. ഇപ്പം നടുക്കൊരു ഗോളിനെ എത്തിച്ചിട്ട് രണ്ട് CF ആയിട്ട് SS ഗോളി അങ്ങനെയൊക്കെ ആയിട്ട് ഫോർമേഷനിൽ ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ഗോളിനെ കൊണ്ട് മാത്രം സ്കോർ ചെയ്യിപ്പിക്കൽ അതൊക്കെ ചിലപ്പോൾ നൈസായിരിക്കും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു വൈസ്. ഇതും പിന്നെ കുറച്ചും കൂടി വീഡിയോസ് ഇടണം. എന്നിട്ട് അതിന് ശേഷം അടുത്ത ഫേസിൽ കണ്ടൻറ്റ് തുടങ്ങാൻ തോന്നുന്നു. അതുവരെ നമുക്ക് ഈ കണ്ടൻറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പം യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് നെക്സ്റ്റ് വീഡിയോ.